1 മുതൽ രാജ്യവ്യാപകമായി E20 പെട്രോൾ വിൽപ്പന നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഈ വർഷം ഏപ്രിൽ 1 മുതൽ രാജ്യമെമ്പാടുമുള്ള പെട്രോൾ പമ്പുകളിലൂടെ 20% എഥനോൾ കലർത്തിയ പെട്രോൾ വിൽക്കണമെന്ന് നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ വിൽക്കുന്ന E20 ഇന്ധനത്തിന്റെ മിനിമം റിസർച്ച് ഒക്ടേൻ നമ്പർ അഥവാ RON 95 ആയിരിക്കണമെന്ന നിബന്ധനയും കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് സ്പെസിഫിക്കേഷനുകൾ പ്രകാരം ഇന്ധനത്തിന്റെ മിനിമം റിസർച്ച് ഒക്ടേൻ നമ്പർ 95 എന്ന് ഉറപ്പുവരുത്തി വിതരണം ചെയ്യാനാണ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം എണ്ണ കമ്പനികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് ഈ വരുന്ന ഏപ്രിൽ 1 മുതൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും E20 പെട്രോളിന്റെ വിൽപ്പന നിർബന്ധമാക്കും. അതേസമയം ചില പ്രദേശങ്ങളിൽ പരിമിതമായ സമയത്തേക്ക് മാത്രം E20 പെട്രോളിന്റെ വിൽപ്പന സംബന്ധിച്ച് ഇളവുകൾ നൽകിയേക്കാമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പായാണ് 20% എഥനോൾ കലർത്തിയ പെട്രോളിന്റെ രാജ്യവ്യാപക വിൽപ്പനയിലൂടെ ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ മലിനീകരണം കുറയ്ക്കുന്നതിനും E20 പെട്രോൾ സഹായകമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എഥനോൾ എന്നാൽ കരിമ്പ്, ചോളം, മറ്റ് ധാന്യങ്ങൾ എന്നിവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. അതിനാൽ തന്നെ ഈ ജൈവ ഇന്ധനം കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നു. ഇതേ തുടർന്ന് കാർഷിക വിളകൾക്ക് അധിക ഡിമാൻഡ് സൃഷ്ടിക്കാനുമാകും. തൽഫലമായി കർഷകരെ പിന്തുണയ്ക്കാനും അവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നിടാനും വഴി തുറക്കുന്നു. 2022 ജൂണിലാണ് 10% എഥനോൾ കലർത്തിയ പെട്രോൾ രാജ്യത്തെ വിപണികളിലെത്തിയത്. അതിന്റെ തുടർ നടപടി എന്ന നിലയിലാണ് ഈ വർഷം E20 ഇന്ധന വിൽപ്പന സാധ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങിയിരിക്കുന്നത്. 2023 2025 ഇടയിൽ നിർമ്മിച്ച ഭൂരിഭാഗം കാറുകളിലും വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ E20 ഇന്ധനം ഉപയോഗിക്കാനാകും വിധമാണ് അവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് വ്യവസായ വിദഗ്ധർ വിശദീകരിക്കുന്നത്. എന്നാൽ E20യെ സംബന്ധിച്ച് പല ആശങ്കകളും ഉയരുന്നുണ്ട്. പല വാഹന ഉപയോക്താക്കളും സാക്ഷ്യപ്പെടുത്തുന്നത് E20 ഇന്ധനം ഉപയോഗിക്കുമ്പോൾ 3 മുതൽ 7% വരെ വാഹനത്തിന്റെ മൈലേജിൽ കുറവ് സംഭവിക്കാം എന്നതാണ്. അതുപോലെ തന്നെ വാഹനങ്ങളിലെ റബ്ബർ, പ്ലാസ്റ്റിക് നിർമ്മിത ഭാഗങ്ങളുടെ തേയ്മാനത്തിനും E20 ഇന്ധനത്തിന്റെ ഉപയോഗം കാരണമായേക്കാമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഉപഭോക്താക്കളുടെ ഇത്തരത്തിലുള്ള ആശങ്കകൾക്ക് മറുപടിയായാണ് E20 ഇന്ധനത്തിന്റെ RON 95 ആയിരിക്കണമെന്ന നിബന്ധന മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. എഞ്ചിന് തകരാറുണ്ടാക്കുന്ന അനിയന്ത്രിതമായ ജ്വലനത്തിനെതിരെ ഇന്ധനത്തിന്റെ പ്രതിരോധം അളക്കുന്നതാണ് റിസർച്ച് ഒക്ടേൻ നമ്പർ. ഉയർന്ന RON ഉള്ള ഇന്ധനങ്ങൾ കംപ്രഷൻ ഉണ്ടാകുമ്പോൾ സ്ഥിരത പുലർത്തും. ഇത് ഊർജം നഷ്ടപ്പെടുത്തുന്നത് തടയുകയും വാഹന ഭാഗങ്ങൾക്ക് ദീർഘകാലം കേടുപാടുകൾ ഇല്ലാതാക്കുന്നതിനും സഹായകരമാകുന്നു. എഥനോളിന് സ്വാഭാവികമായും ഏകദേശം 108 ഒക്ടേൻ റേറ്റിംഗ് ആണുള്ളത്. ഇത്തരത്തിലുള്ള എഥനോൾ പെട്രോളുമായി കലർത്തുമ്പോൾ വാഹനങ്ങളുടെ എഞ്ചിനിൽ ഇന്ധനം പെട്ടെന്ന് കത്തുന്നതിനെ കൂടുതൽ പ്രതിരോധിക്കാനാകും. ഇന്ധനത്തിന്റെ ഈ കഴിവിനെ നോക്ക് റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ എഞ്ചിന്റെ സുഗമമായ പ്രവർത്തനത്തിനും കൂടുതൽ കാര്യക്ഷമതയ്ക്കും ആവശ്യമായ ഉയർന്ന ഒക്ടേൻ ഇന്ധനമാണ് 95 RON രേഖപ്പെടുത്തിയിരിക്കുന്ന E20 ഇന്ധനം. എഥനോൾ കലർത്തിയ പെട്രോൾ വ്യാപകമാകുന്നതിലൂടെ ഇന്ത്യക്ക് അസംസ്കൃത എണ്ണ ഇറക്കുമതി വൻതോതിൽ കുറയ്ക്കാനാകുമെന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 2014-15 കാലയളവ് മുതൽ പിന്നീട് ഇങ്ങോട്ട് അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറച്ചതിലൂടെ ഇന്ത്യക്ക് 1.40 ലക്ഷം കോടി രൂപയുടെ വിദേശ നാണ്യം ലാഭിക്കാനായെന്നാണ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിനാൽ തന്നെ E20 പെട്രോളിന്റെ വിൽപ്പന നിർബന്ധമാക്കിയുള്ള പുതിയ ഉത്തരവ് യാഥാർത്ഥ്യമാക്കപ്പെടുന്നതോടെ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് കൂടുതൽ ഗുണകരമായി തീരുമെന്നും ഒപ്പം വിദേശ രാജ്യങ്ങളോടുള്ള ആശ്രിതത്വം വൻതോതിൽ കുറയ്ക്കാനാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതുപോലെ തന്നെ സുസ്ഥിര ഗതാഗത ഭാവി മുൻനിർത്തിയുള്ള ദീർഘകാല ലക്ഷ്യങ്ങളിലേക്ക് ഒരു പടി കൂടി കടക്കാനും പുതിയ നീക്കം സഹായകമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.